പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം, എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള് വാഗ്ദാനം എന്ന ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടം വെച്ചാൽ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പം എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ, അത് കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. മോസസിൻ്റെ വിശ്വാസവും മോസസിൻ്റെ നേതൃത്വത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജനം മോസസിൻ്റെ ഉൾപ്പെടെ ഒപ്പമാണിത് കടന്നു പോണത്. ഈ കടന്നു പോകുന്നതിനെക്കുറിച്ച് അതിനൊരു സ്പിരിച്വൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബൈബിള്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഈ ഒരു സ്പിരിച്വൽ പ്രക്രിയ മസ്റ്റായിട്ട് നമ്മൾ നടന്നുവെന്ന് ഉറപ്പ് വരുത്തണം. അതേതാണ് സ്പിരിച്വൽ പ്രക്രിയ? ചെങ്കടലിൻ്റെ സ്പിരിച്വൽ എന്തോ ഒരു വലിയ ആത്മീയതയുടെ ഭൗതികമായ പ്രതീകമാണ് ചെങ്കടൽ കിടക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയണത് പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ
മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ശരിക്കും പറഞ്ഞാൽ എന്ത് തിയോളജിക്കൽ ഡെപ്തുള്ള സംഭവമാണെന്നറിയത്. മോശയോട് അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് സമാന്തരമായിട്ടാണ് മോശയോട് ചേർന്ന് പറയണത്. എവിടേക്കാണ് സ്നാനം പറ്റത്? മേഘത്തിലും അതുപോലെ തന്നെ കടലിലും. അപ്പോൾ സ്നാനമേൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചെങ്കടലിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്, ആത്മീയമായിട്ടുള്ള അർത്ഥവത. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായ ഒരു പ്രക്രിയ നടക്കാതെ നമ്മൾ ജോലി കിട്ടി, വീട് കിട്ടി, എന്നിട്ട് ആ വ്യക്തിക്ക് ആത്മീയ മാറ്റങ്ങളൊന്നുമില്ല. ആ വ്യക്തി പഴയതുപോലെ തന്നെ ജഡികനായി തോന്നിവാസിയായി ജീവിക്കുമ്പോൾ സ്നാനം ഏൽക്കാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് പക്ഷേ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെ ശേഖരിക്കാവേ? കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോട് വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദൈവ തിരുക്കുമാരനും പരിശുദ്ധ ദേവമാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആർദ്ര. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തി ഇവിടെ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചതിന് പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 4, 2023 അന്ന് ആ ടൈമിൽ ഞാൻ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എക്സാം ടൈമിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വന്നു. ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കറക്റ്റായിട്ട് പാലിക്കണില്ലായിരുന്നു. ജസ്റ്റ് ഉടമ്പടിയിലായിരിക്കുമെന്ന് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. വിശ്വാസം ഉണ്ടായിരുന്നു നന്നായിട്ട്, എല്ലാ നിയോഗം സാധിച്ചു കിട്ടുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു പ്രാർത്ഥനയും 5:30 എണീക്കലും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും ഒന്നും ഞാൻ ചൊല്ലണില്ലായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ സബ്ജക്റ്റിനും തോറ്റുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സപ്ലി എക്സാം വന്നപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥന ചൊല്ലി, ഞാൻ രാവിലെ 5:30 എണീക്കും, വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലും, കൊന്ത ചൊല്ലും. ഞാൻ ഒരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടും, ദൈവത്തിനെ പറ്റി എല്ലായിടത്തും പറയും. പക്ഷെ എന്നാലും അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുള്ളൊരു വിശ്വാസം പോയി. ഇവിടെ എൻ്റെ മനസ്സിൽ വരുക കൃപാസനം തട്ടിപ്പാണ്, ജോസഫ് അച്ഛൻ ഇങ്ങനെ
വെറുതെ ഈ സാക്ഷ്യം ആൾക്കാർ വെറുതെ വന്ന് പറയണതാണെന്ന് എൻ്റെ മനസ്സിൽ പറയാം. എന്നാലും ഞാൻ ഉടമ്പടി ആയിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. അപ്പോൾ ഞാനൊരു ദിവസം ഉറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് ജോസഫ് അച്ഛനും വന്നു. അതങ്ങനെയൊന്നുമല്ല, ശരിക്കും ഇവിടെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിൽ അതൊരു വിശ്വാസം വന്നില്ല. എന്നിട്ട് ഞാൻ വിശ്വസിക്കാണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലൈ എക്സാം വന്നപ്പോൾ ഞാൻ വീണ്ടും തോറ്റുപോയി. സെക്കൻഡ് ഇയർ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും, ഉടമ്പടിയിലായിരിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് വിശ്വാസത്താൽ ഇരുന്നിട്ട് ഞാൻ വീണ്ടും തോറ്റുപോയി. ജയെന്ന് പറഞ്ഞൊരു സംഭവമേ എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. എനിക്ക് എപ്പോഴും എക്സാം റിസൾട്ട് നോക്കുമ്പോഴാണേലും അടിയിൽ ഫെയിൽ എന്ന് മാത്രമേ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. എന്നിട്ട് സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്കും ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ട് ഞാൻ സപ്ലൈ എക്സാം എഴുതാൻ പോയി. പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച്, ഞാൻ പരീക്ഷ ജയിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. ദൈവമേ ഈശോയെ മാതാവിൻ്റെ ഹിതം എന്താണാവോ അതെൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി, എന്താണേലും എനിക്ക് താങ്ങാനുള്ളൊരു കരുത്ത് ദൈവവും മാതാവും എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ സപ്ലൈ എക്സാമിൽ എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്കുള്ളിലൊരു അഹങ്കാരം പോലെ വന്നു. എനിക്കിനി കിട്ടിയില്ല, എനിക്കിനി തേർഡ് ഇയർ സിമ്പിളായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ തേർഡ് ഇയർ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കൊച്ചിന് വരെ ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു സബ്ജക്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പോയി. അത് കഴിഞ്ഞ് തേർഡ് ഇയറിൻ്റെ സപ്ലൈ എക്സാമിന് എഴുതിയെടുത്തില്ലേ, പെട്ടെന്ന് തന്നെ ഇയർ ബാക്ക് ആവും, ഫോർത്ത് ഇയർ എഴുതാൻ പറ്റാണ്ടാകും. അങ്ങനെ ഫോർത്ത് ഇയർ എഴുതാൻ പറ്റാണ്ടായ ഒരു വർഷം വീട്ടിൽ നിൽക്കണം, പരീക്ഷ ഒന്നും എഴുതാണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരുടെ കൂടെ പോലും പരീക്ഷ എഴുതാണ്ട് വന്നു. അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റാണ്ട് ഇരിക്കും. അങ്ങനെ വന്നപ്പോൾ തേർഡ് ഇയർ സപ്ലിക്ക് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഒന്നോടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എപ്പോഴും ധ്യാനം എന്ന് വെച്ചാൽ ഈ 2 മണിക്കൂറത്തെ ധ്യാനമാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി ബാക്കി എത്ര മിനിറ്റ് ഉണ്ടെന്ന് പോസാംപ്ലേ ആയിരുന്നു എപ്പോഴും. അങ്ങനെ തേർഡ് ഇയർ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് ധ്യാനത്തിൻ്റെ എന്തേലും ഒരു വചനം മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ധ്യാനം ബാക്ക് അടിച്ച് അതെന്താ വചനം പറഞ്ഞതെന്ന് ഒരു ബുക്കിലോട്ട് എഴുതിയെടുക്കും. അച്ഛൻ എന്തേലും പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെയും ബാക്കിലോട്ട് അടിച്ച് ഞാനത് ശരിക്കും കേട്ട് ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ വന്നപ്പോൾ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിയോഗം സാധിക്കാനല്ല, നിങ്ങളുടെ സ്വഭാവ വിശുദ്ധി, ജീവിത വിശുദ്ധി അതിനൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാനെന്നാൽ പോട്ടെ, എൻ്റെ ആവശ്യങ്ങളേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ തേർഡ് ഇയർ ഞാൻ പഠിക്കണുണ്ടെങ്കിലും ഞാൻ ഫുള്ള് മാതാവിലായിരുന്നു ഞാൻ വിശ്വാസം അർപ്പിച്ചേക്കണത്. മാതാവ് തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ശരിക്കും 100% മാതാവ് തരുമെന്ന് പറഞ്ഞ് വന്നു. എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ തേർഡ് ഇയർ പാസ്സായി. എനിക്ക് ഒരു ഇയർ ബാക്ക് പോലും വന്നില്ല. അങ്ങനെ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും സമ്പൂർണ്ണ ജപമാല ചൊല്ലി. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് മതിയാവണില്ല. പ്രാർത്ഥനയുണ്ട്, ഒരു സൈഡിൽ പഠിത്തമുണ്ട്, പക്ഷേ എക്സാം ഞാൻ എഴുതിയാൽ കിട്ടത്തില്ല, മാതാവ് എഴുതിയാലാണ് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്ന് പിന്നെ ഞാൻ റിസൾട്ട് വന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ നേർന്നു, ദൈവമേ റിസൾട്ട് പാസ്സായ പിറ്റേ ദിവസം തന്നെ വന്ന് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഫോർത്ത് ഇയറിൽ ഞാൻ പാസ്സായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്ക് സമയം കിട്ടണില്ല. അത് റിസൾട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഒന്നോടെ ഉടമ്പടി പുതുക്കണമായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ മാതാവിന് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാതാവിന് ഭയങ്കരമായിട്ട് എന്താ പറ്റിയെന്ന് അറിയാൻ മേല. ഞാൻ എന്നിട്ട് കർണാടക രജിസ്ട്രേഷൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് ഞാൻ കഴിഞ്ഞ് ചെയ്തവരുടെ പിള്ളേരുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡായി. എൻ്റെ മാത്രം ആവണില്ല. എല്ലാവരും ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞു, എടി എൻ്റെ ആയി, അവരുടെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ദിവസം എനിക്ക് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്ന് പറഞ്ഞു, നീ വന്ന് സാക്ഷ്യം പറയുക, അപ്പം നിനക്ക് കർണാടക രജിസ്ട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ ഞാൻ കുറേ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നു. അമ്മ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് അന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോഴത്തേക്കും
ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായത്. ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞതല്ലേ, എന്നിട്ടും എനിക്കിവിടെ ജോലി കിട്ടിയിട്ട് വന്ന് പറയാൻ, ജോലി കിട്ടാൻ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമല്ലോ, അത്രയും മാസം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്നാലോചിച്ച് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഫോണിൽ ഈ സൈറ്റ് എടുത്ത് നോക്കും എനിക്ക് അപ്രൂവ്ഡ് ആയോ, രജിസ്ട്രേഷൻ നമ്പർ വന്നോന്ന്. ഞാൻ എന്നിട്ട് ഇവിടെ സാക്ഷ്യം സബ്മിറ്റ് ചെയ്ത് ഇവിടുത്തെ സിസ്റ്റർ ഒപ്പിട്ട് ഞാൻ അവിടെ പുറത്ത് കറക്റ്റ് ഞാൻ ഇതിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത ഏജൻറ്റ് വിളിച്ചേക്കോ, നിനക്ക് രജിസ്ട്രേഷൻ ആയി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് സാക്ഷ്യം പറയാൻ ഇവിടെ ഉടമ്പടി കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ ലേറ്റാക്കി, അപ്രൂവ്ഡ് ലേറ്റാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്നെ 28-ാം തീയതി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. പറഞ്ഞു 30-ാം തീയതി ഇൻ്റർവ്യൂ ഉണ്ട്, നീ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ കയറണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും ആലോചിച്ചില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും 30-ാം തീയതി ഞാൻ പിന്നെ കിട്ടില്ല എന്ന് ഓർത്ത് തന്നെ ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ കുറേ കേരളത്തിൽ നിന്ന് പഠിച്ചവരും എന്നൊക്കെ കുറേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. ഞാനവിടെ 0 മെറിറ്റ് ആയിട്ടിരിക്കുക. ഒരു 10-45 പിള്ളേർ ഞങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ 3-ാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓരോ പിള്ളേർ കഴിയുമ്പോഴത്തേക്കും അവർ ഔട്ടായി പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു റൂമിൽ തന്നെ ഇരിക്കുക. റൂമിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കിട്ടൂലെന്ന് 100% ഉറപ്പായി. പിന്നെ മാതാവ് കൂടെ ഉണ്ടല്ലോ, മാതാവ് എന്താ തന്നെ നല്ലതാണേലും ചീത്തയാണേലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ കിട്ടിയില്ലേ വേറെ നല്ല സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്നിട്ട് പെട്ടെന്ന് അവിടെ ഇച്ചിരി എൻ്റെ ബാഗിലിരുന്ന ഉപ്പെടുത്ത് ഞാൻ എൻ്റെ കസേരയുടെ സൈഡിലിട്ടു. അപ്പോഴും എനിക്ക് ഈ ഇൻ്റർവ്യൂ പാസ്സാവില്ലെന്ന് തന്നെ ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് പെട്ടെന്ന് അവിടെ കോർഡിനേറ്റ് ചെയ്യണത് മിക്കതും ഈ പള്ളിയിലച്ഛന്മാരാ രാജഗിരി. അപ്പോൾ ഒരച്ഛൻ പെട്ടെന്ന് റൂമിലോട്ട് കയറി വന്നിട്ട് കുറേ പേര് വിളിച്ചു. അതിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ സെലക്ട് ആയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന്. അപ്പോൾ എനിക്ക് 100% ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവ് എനിക്ക് തന്നേന്ന്. പിന്നെയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് മെയ് 7th ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജോയിൻ ചെയ്ത് ആദ്യം 1 മാസം ട്രെയിനിങ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആണ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ICU കിട്ടണം, എനിക്കിഷ്ടമുള്ളത് കിട്ടണമെന്ന്. അപ്പം പെട്ടെന്ന് എൻ്റെ പേര് വിളിച്ചിട്ട് പറയാം, ആർദ്രേ നീ NICU ആട്ടോ നിനക്ക് കിട്ടിയെന്ന്. അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ ആയിപ്പോയി. എനിക്ക് ഇത്രയും കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് അച്ഛനതിൽ പറയണുണ്ട്, മടി നിറച്ച അളന്ന് കുലുക്കി നിറച്ച് തരും ഈശോന്ന്. അതുവരെ എൻ്റെ മൈൻഡിൽ ഈശോ സഹനം തന്നാൽ മാത്രമാണ് ഒരു നല്ല കാര്യം സംഭവിക്കുള്ളൂ എന്നാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വേണം, എനിക്ക് അളന്ന് നിറച്ച് കുലുക്കി തന്നെ എനിക്ക് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് എന്നേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് കിട്ടണം, മറ്റുള്ളവർ നന്നാവണം എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുശുമ്പോ അഹങ്കാരോ അസൂയോ ആരോടും തോന്നിക്കരുത്. ഞാൻ എപ്പോഴും ജീവിതത്തിൽ വിശുദ്ധിയിലിരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്വഭാവ വിശുദ്ധിയാണേലും ജീവിത വിശുദ്ധിയാണേലും. പിന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു എനിക്ക് ആരോഗ്യക്കുറവ്. എനിക്ക് തീരെ വണ്ണമില്ലായിരുന്നു. വണ്ണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞാൻ നേഴ്സിങ്ങിനാണ് പോകണമെന്ന് കേട്ടപ്പോൾ എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ട് നീ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഒന്ന് ചരിച്ചിടും, അങ്ങനെ ഒന്ന് ചരിച്ചിട്ടാൽ നീ പേഷ്യൻ്റ് ആവൂലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് ചിരിച്ചേ ഉള്ളൂ. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് നിയോഗം എനിക്ക് അത് വെച്ച്. പക്ഷെ എനിക്ക് ഞാൻ എന്തൊക്കെ കഴിച്ചിട്ടോ അതെൻ്റെ ജനറ്റിക്കായിട്ട് എനിക്ക് വണ്ണമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ കഴിച്ചിട്ട് വണ്ണമില്ല. ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് നിയോഗം വെച്ചേ. എന്നിട്ട് ഇവിടെ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പയ്യെ വണ്ണം വെച്ച് ഞാൻ ഇച്ചിരി ഹെൽത്തി ആയി. പിന്നെയെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് ഫസ്റ്റ് ഇയറിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച് ഞാനും അമ്മയും ചേട്ടനും കൂടി ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാറിപ്പോയി. ഒരു മാസം കഴിഞ്ഞാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ TTR പറഞ്ഞു തൃശ്ശൂർ എത്തുമ്പോൾ ഇറങ്ങണം, അല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഫൈൻ വേണേ അടക്കാം, എനിക്ക് ഇറങ്ങാൻ പറ്റൂല, എനിക്ക് എക്സാം ഒരാഴ്ച കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഞങ്ങൾ ഈ അമ്മയും ചേച്ചിയും കൂടി 2019 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ സൈഡിൽ നിന്ന് തന്നെ ഒരു കാശ് രൂപം കിട്ടി. ഞാൻ എന്നിട്ട് ആ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് എന്നെ ഇറക്കരുത്, എനിക്ക് എക്സാമാന്ന് പറഞ്ഞു. നീ ഇറങ്ങണം, നീ തൃശ്ശൂർ എത്തുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞ TTR എന്നെ ഞങ്ങൾക്ക് AC സീറ്റ് മേടിച്ചു തന്നു. അതെങ്ങനെ തന്നെയെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല, TTRനും ഒരു ഐഡിയ ഇല്ല. TTR എന്നിട്ട് AC സീറ്റ് മേടിച്ച് അവിടെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി ഞങ്ങളുടെ ബാഗ് എടുക്കാൻ വരെ ഹെൽപ്പ് ചെയ്താണ് TTR തന്നത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഭയങ്കര പേൻ ശല്യമായിരുന്നു. പേൻ ശല്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു 3ാം ക്ലാസ് തൊട്ട് ഒരു 10 വർഷമായിട്ട് എൻ്റെ തല നിറച്ചും പേന. എന്നിട്ട് ഒരു മുടി പോലും കാണാത്തക്ക വിധം പേൻ. എന്നിട്ട് ആൾക്കാർക്കൊക്കെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഭയങ്കര മടിയാണ്. പേൻ വരും, പിന്നെ അതൊരു ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും മാതാവ് എനിക്ക് പേൻ ശല്യം കുറയണേന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു രജിസ്റ്ററിൽ എഴുതി നിയോഗമായിട്ട് എഴുതി. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ പേൻ ഫുൾ പോയി. അതും ഞാൻ ചീവാണ്ട് ഞാൻ എൻ്റെ തലയെ തൊട്ടിട്ട് കൂടി ഇല്ല, അങ്ങനെ തന്നെ എൻ്റെ പേൻ ശല്യം പോയി. പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരു 6 വർഷമായിട്ട് എൻ്റെ വായിൽ മൗത്ത് അൾസർ ഉണ്ടായിരുന്നു. നാക്കിലും മൗത്ത് അൾസർ മുറിവ് പോലെ വരും. എനിക്കാണെങ്കിൽ അവിടെ രാജഗിരിയിലെത്തിയിട്ട് സിസ്റ്റർമാർ ചോദിക്കണേനൊന്നും പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റണില്ല. ഞാൻ പറയണത് എന്താണെന്ന് തെളിയണില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്കൊന്നും മര്യാദക്ക് ചിരിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ മുഖം എപ്പോഴും നീര് വെച്ചിരിക്കണ പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാൻ ആ മുറിവിൽ വെച്ച് കഴിഞ്ഞ് ഇന്നേ വരെ വെച്ചിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞ് ഇന്നേ വരെ എനിക്ക് ആ മുറിവുണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് കർണാടക ബാപ്പൂജി. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്. അവിടുത്തെ പിള്ളേർക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ പേഷ്യൻസ് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊന്നും നോക്കൂല. ഞാൻ പറയും ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, അവിടുത്തെ തൈല ഇത് തേച്ചാൽ കുറയൂന്ന് പറഞ്ഞ് നമ്മുടെ പരിശുദ്ധ തൈലം ഞാൻ അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരക്കും. പിന്നെ ഏത് പാർട്ടിനാണോ രോഗമുള്ളത് അങ്ങനെ കുരിശ് വരക്കും. പിന്നെ കന്നഡപത്രമൊക്കെ കൊടുത്ത് കന്നഡപത്രം ഞാൻ പറയും, എനിക്കിങ്ങനെ കിട്ടിയ അനുഭവങ്ങൾ പറയും, എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾ പറയും, ഈശോ ആരാ മാതാവ് ആരാന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഓരോരുത്തർക്കും കൂടെ ഇരുന്ന് പത്രം എന്തിനുള്ള പത്രം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ പത്രമൊക്കെ കൊടുക്കും. പിന്നെ രാവിലെ എണീക്കുവാണേലും സമയം പോയാലും ഞാൻ പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ടേ ഞാൻ വന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പരീക്ഷ ഹാളിലിരുന്നും ചൊല്ലും, റൂമിലിരുന്നും ചൊല്ലും, ബസ്സിലിരുന്നും ചൊല്ലും, അങ്ങനെയൊക്കെ എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ ഇത്രയും ജീവിതത്തിൽ ഇത്ര അനുഗ്രഹവും അത്ഭുതം തന്ന ദൈവകുമാരനും പരിശുദ്ധ ദേവമാതാവിനും നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. എൻ്റെ പേര് കാർമലി. 2022 ഡിസംബർ 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. കൃപാസനത്തെ പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഭക്തയാണ്. പക്ഷേ ആ ഭക്തിയൊന്നും മക്കളായ ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. എനിക്കൊരു അനിയത്തിയുണ്ട്, പേര് അനിത എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനെ കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ജപമാല പഠിക്കുന്നുണ്ട്, എല്ലാവരും ചൊല്ലുന്ന കണക്കൊരു ജപമാല.
അത്രയേ ഉള്ളുമായിരുന്നു. പക്ഷേ സെൻറ്റ് കാശ്മീർ ചർച്ച് കടവൂർ, അതാണ് ഞങ്ങളുടെ ഇടവക പള്ളി. അവിടെ പോകും, പ്രാർത്ഥിക്കും. പിന്നെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോകും. അമ്മ മാതാവിന് പല സ്ഥലങ്ങളിലേക്കും വണ്ടി വിടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ അപ്പച്ചന് കൊല്ലത്ത് തുയ്യം പള്ളിയുണ്ട്, വേളാങ്കണ്ണി മാതാവിന് ഭയങ്കരമായ വിശ്വാസമായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മ കൃപാസനത്തിൽ വരുന്നതിനെ കുറിച്ചൊക്കെ അപ്പച്ചൻ പറയും, അടുത്ത മാതാവുണ്ട്, വേളാങ്കണ്ണി മാതാവുണ്ട്, പിന്നെ ഇത്രയും ദൂരത്ത് നീ പോകേണ്ട കാര്യം എന്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ അപ്പച്ചന് എന്നെക്കാളും എൻ്റെ അമ്മയെക്കാളും ഒക്കെ ഒരുപാട് വിശ്വാസമാണ് കൃപാസന മാതാവ്. എൻ്റെ അപ്പച്ചൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, എന്നാൽ എൻ്റെ അപ്പച്ചൻ ഇവിടെ വന്നിട്ടുമില്ല. 2022 ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ അപ്പച്ചനും അമ്മയ്ക്കും മത്സ്യബന്ധനമായിരുന്നു ബിസിനസ്, അവരുടെ ജോലി അതായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവർ ഇസ്രായേലിൽ പോകാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരുന്നു. എനിക്കും ഒരു വരുമാനവും ഇല്ല. അങ്ങനെ വല്ലാത്ത ഞങ്ങൾ 2 മക്കളും കുടുംബത്തിലായി, ഓരോ കുടുംബമായി ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല. വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥയിൽ, അതാ ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ അമ്മ വഴിയാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വരുന്നത്. അന്നേരം ഒന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നൊരു ശക്തി, അത് എന്നിൽ ഒരു തണലായി എനിക്ക് എപ്പോഴും കൂടെ ഉള്ള കണക്ക് തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവർ അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അമ്മയുടെ അപ്പൻ്റെ കാര്യം വെച്ചു. കൃത്യം 3 ദിവസം, 3-ൻ്റെ അന്ന്, അതായത് 2003-ൻ്റെ അന്നല്ല, അന്ന് രാത്രി തന്നെ അവർക്ക് ഫോൺ വരുന്നു, നിങ്ങൾക്ക് വിസ റെഡി ആയിട്ടുണ്ട്, പൈസ വേണം. ഒരു പൈസ ഇല്ലാത്ത ഞങ്ങളിനി എവിടെ പോകും? 14 ലക്ഷം രൂപ വേണം. അങ്ങനെ പെട്ടെന്ന് മാതാവ് ഓരോ വഴി ഒരുക്കി അവർക്ക് പൈസയൊക്കെ കൊടുത്തു. ആ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. അങ്ങനെ അവർ ഇസ്രായേലിലെത്തി. പിന്നെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഞാൻ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഗ്രേസ് എന്ന് പറയും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചാണ്. ആ കൊച്ചു ഇവിടുത്തെ വലിയ വിശ്വാസിയാണ്. അതിൻ്റെ അത്ര വിശ്വാസമൊന്നും ഒരുപക്ഷെ എനിക്കില്ലായിരിക്കും. അങ്ങനെ ആ കൊച്ചും ഇവിടെ വന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്നു. ജപമാല റാലിക്ക് വരാമെന്നൊന്ന് എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു. ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാക്കുളത്തുനിന്ന് നിർമ്മലയെന്ന് പറയുന്ന ഒരു ആൻറ്റി വണ്ടി വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ വണ്ടിയിൽ കയറി ഇവിടെ ജപമാല റാലിക്ക് വന്നു. അപ്പോൾ ജപമാല റാലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകളല്ല, ഞങ്ങൾ 2 പേരും 2 വഴിക്കായി. അപ്പം ഞാനിങ്ങനെ ജപമാല ചൊല്ലി സ്പീഡിന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, മാതാവേ, അടുത്ത വർഷം ഈ ജപമാല റാലിക്ക് എൻ്റെ സ്വന്തം ചിലവിൽ ഒരു 5 പേരെങ്കിലും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, 5 പേരില്ലെങ്കിലും ഒരാളെങ്കിലും എനിക്കൊന്ന് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ വീണ്ടും അതേ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് കയറി കിടക്കാനായിട്ട് വീട് സ്ഥലവും സ്വന്തമായിട്ടില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ ഒന്നുമില്ല, എനിക്ക് ആകെ ഉള്ളത് നിൻ്റെ തിരുക്കുമാരനുമാണ്. എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം, ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വീട് സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് കിട്ടിയാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാനതങ്ങ് അപ്പോഴത്തന്നെ വിട്ടു. കാരണം അത് കഴിഞ്ഞു. പിറ്റേ ആഴ്ച ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ പരിശുദ്ധ അമ്മയെ ഈശോയെ സമീപിക്കേണ്ടുന്നത്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അത് ഞാൻ ഉൾക്കൊണ്ടു. അങ്ങനെ ഞാൻ അതങ്ങ് വിട്ടു. അങ്ങനെ 2025 ഒക്ടോബർ മാസമായി. അപ്പം ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കും എനിക്ക് കൃപാസനത്തിൽ വണ്ടി വിടണമെന്നുള്ള ആഗ്രഹം വീണ്ടും വന്നു. അങ്ങനെ ഞാൻ ആ 1-ാം തീയതി മുതൽ ജപമാല മാസം തീരുന്ന അന്ന് വരെയും ജപമാല ചൊല്ലി അതിനു വേണ്ടി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ ജനിച്ച് ഇത്രയും വർഷമായി, ഇന്ന് വരെ ഈ 2025 അതിനു മുമ്പ് വരെ ഒരു ജപമാല മാസം ഞാൻ ഭക്തിയായിട്ട് ആചരിക്കുകയോ ജപമാല പഠിക്കുകയോ നല്ല രീതിയിൽ മാതാവിനെ അലങ്കരിച്ച് പ്രത്യേകം ഒരു പീഠത്തിൽ ഇരുത്തി മാതാവിന് കിരീടവും വെച്ച് പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഓരോ ജപമാലയും മാതാവിനുള്ള ഓരോ കിരീടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് ജപമാലയ്ക്ക് വണ്ടി വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വന്നു. ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടെ 2026 ആദ്യം പറഞ്ഞു 17 പേരെ ആ വണ്ടിയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു, വണ്ടിയിൽ വരാൻ ആളില്ല, 17 പേര് പോയിട്ട് 10 പേര് പോലും ഇല്ലല്ലോ മാതാവേ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരുന്നപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ജപമാലയുടെ തലേ ദിവസം ആൾ വന്നു. എന്നിട്ടും വീണ്ടും വണ്ടിയിൽ സീറ്റ് ഒഴിവ്. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പം ചവറയെന്ന് പറയും, അവിടുന്ന് കുറേ ചേച്ചിമാർ ഇങ്ങനെ വണ്ടി കിട്ടാതെ വിഷമിച്ചിരുന്നു. അവരെല്ലാം വന്നു. അപ്പോൾ അവസാനം വന്നപ്പം വണ്ടിയിൽ ഇരിക്കാൻ സീറ്റില്ല.
23 പേരുമായിട്ട് തറയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നാണ് ഞങ്ങളുടെ ജപമാല റാലിക്ക് വന്നു തിരിച്ച് ഞങ്ങൾ ജപമാല റാലിയും കഴിഞ്ഞ് പോയി. അതിനു മുമ്പേ ഞാൻ വീട് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ വീട് സ്ഥലവും എനിക്ക് കിട്ടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് അപ്പച്ചനും എന്നെ വിളിച്ചിട്ട് പറയാ, മോളെ നിനക്ക് പുറത്തോട്ട് പോകാൻ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ, മാതാവിൻ്റെ ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കത്തില്ല, നീ ഒരു കാര്യം പോയി സ്ഥലം നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 സ്ഥലരുടെ അടുത്ത് പറഞ്ഞെങ്കിലും ആദ്യമായിട്ടൊരു സ്ഥലം കാണാൻ പോയി. അപ്പം അമ്മ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവ് പറയുന്നത് നിനക്ക് കുണ്ടറയിലോട്ടാണ് സ്ഥലം, കുണ്ടറയിലോട്ടാണ്, നീ അവിടെ പോയി നോക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയുന്നു. അങ്ങനെ ഞാൻ കുണ്ടറയിൽ പോയി ഒരു കടയിലുള്ള ഒരു അങ്കിളിന്, പ്രസാദ് എന്നാ മാമൻ്റെ പേര്, ആ മാമനെ കണ്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മാമ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു. അവിടെ ചെന്നപ്പം വീടുണ്ട്, ഒരു കൊച്ചു വീടുണ്ട്, സ്ഥലവും കൊള്ളാം, പക്ഷേ എന്തോ 18 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം ഈ കാട് പിടിച്ച സ്ഥലം നമ്മുടെ പൈസയ്ക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത്രയും സ്ഥലം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് അവർ വില പറഞ്ഞു. അപ്പം പിന്നെ എനിക്കൊരു സംശയം, മാതാവ് ഈ കാട് പിടിച്ച സ്ഥലമാണല്ലോ ഇത് ഇവിടെ ഒരു പള്ളി പോലും കാണാനില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നിൻ്റെ സാന്നിധ്യം അറിയിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്ന്. അപ്പം ഞാൻ പറയാം, ഇവിടെ എവിടെയെങ്കിലും മുല്ലച്ചെടി കാണും, കാടല്ലേ കാണുമെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ എല്ലാം നോക്കി, അവിടെ അങ്ങ് ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഉള്ളിൽ ആ സംശയം വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അന്നേരം അമ്മ പറഞ്ഞു, മോളെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം. അപ്പോഴും അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കാനായിട്ട് 5 ലക്ഷം രൂപ വാങ്ങിക്കാനായിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. എൻ്റെ ചേച്ചിയുടെ പേര് സാറേ എന്നാണ്, ശക്തികുളങ്ങരയാണ് പോകേണ്ടത്. അവിടെ പോയി ഞാൻ പൈസ മേടിക്കാനായിട്ട് പോയി. പൈസ മേടിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം പോകുന്ന വഴിക്ക് ഞാൻ മാതാവ് ഈ പൈസ വാങ്ങിച്ച് ഞാൻ ഇത് കൈമാറുന്നതിന് മുമ്പ് നീ എനിക്ക് ഒരുക്കി തന്ന സ്ഥലമാണെങ്കിൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഒരു പാലത്തിൻ്റെ അടുത്ത് വന്നപ്പം മഴവില്ല് പ്രത്യക്ഷപ്പെട്ട്. അപ്പം ഞാൻ ഉറപ്പിച്ച് ഇത് മാതാവ് എനിക്ക് ഒരുക്കി തന്നെ, ഈ സ്ഥലത്ത് മാതാവിന് എന്തോ ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ച്. അങ്ങനെ അഡ്വാൻസ് ചെയ്തു. ജപമാല റാലിക്ക് ഞാൻ വന്നു. ജപമാല റാലി എല്ലാം കഴിഞ്ഞ് പോയി. വീണ്ടും പ്രാർത്ഥനകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം നവംബർ 6-ാം തീയതി തന്നെ എനിക്ക് ആ സ്ഥലം എഴുതാൻ പറ്റി. ഞാൻ മാതാവിനോട് ചോദിച്ചത് 3 സെൻറ്റ് സ്ഥലമാണ്. മാതാവ് എനിക്ക് എത്രയോ ഇരട്ടിയായിട്ട് 18 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയും ഒരു അടുക്കളയുമാണുള്ളത്. അതിൻ്റെ അകത്താണ് കഴിക്കുന്നതും കുടിക്കണതും മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കണതും കിടക്കണതും എല്ലാം അതിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. മാതാവേ എനിക്ക് നിന്നെ പ്രത്യേകം ഒരു മുറിയിലിരുത്തി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, മാതാവേ എനിക്കൊരു വീട് സ്ഥലം കാണിച്ചു തരുമ്പോൾ എനിക്ക് അതിനുള്ളൊരു സൗകര്യത്തോടൊരു വീട് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പുതിയതായിട്ടൊരു വീട് വേണം, എനിക്ക് പാല് കാച്ച് നടത്തി തന്നെ കയറണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. പഴയ വീടല്ലേ, ഇതിന് ഞങ്ങൾ എന്തോ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പം അപ്പച്ചൻ വീണ്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അപ്പച്ചൻ ഒരു 5 ലക്ഷം രൂപ കൂടി മോക്ക് തരാം, മോള് വീട് വൃത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ വീട് വൃത്തിയാക്കി 3 ബെഡ്റൂമും ഒരു ലിവിങ് ഹാള്, ഒരു ഡൈനിങ് ഹാള്, ഒരു അടുക്കള, ഒരു വർക്ക് ഏരിയ, അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് എല്ലാം ശരിയായി. അപ്പം എനിക്ക് മാതാവിനെ പ്രത്യേകം ഇരുത്താനൊരു ഇടമാണ് ഞാൻ മാതാവിനോട് ചോദിച്ചത്. അപ്പം എനിക്ക് അതിനുള്ള സൗകര്യത്തോടു കൂടി ഞാൻ എങ്ങനെ മനസ്സിലാഗ്രഹിച്ചോ അതുപോലൊരു വീട്, ഒരുപക്ഷെ അതിലും നല്ല ഭംഗിയായിട്ടൊരു വീട് മാതാവ് എനിക്ക് തന്നു. അതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. സത്യം പറഞ്ഞാൽ ഞാനിന്നിവിടെ സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലേ അല്ല വന്നത്. നിന്റെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവചനവും അങ്ങനെയാണ്, ഞാൻ വായിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ അടുത്ത് വന്നപ്പോൾ അവിടെ അടുത്തൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. എൻ്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് ദൈവത്തിന് ഞാൻ അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കാതെ എൻ്റെ ആദ്യത്തെ ശമ്പളം എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായി ഇവിടെ കാഴ്ച വയ്ക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ട സാക്ഷ്യം വീട് വെച്ചതിനെക്കുറിച്ചും സ്ഥലം വിറ്റതിനെക്കുറിച്ചുള്ള സാക്ഷിയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവിടെ ഇരുന്ന് ഞാൻ ബാക്കിലായിരുന്നത്. അവിടെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നൊരു പേപ്പർ മേടിച്ച് എൻ്റെ സാക്ഷി ഇവിടെ എഴുതുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതാവുന്ന പറയാം, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ലൂക്കായുടെ 1-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഞാൻ അങ്ങനെ ആ വചനമൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കാം. എന്നിട്ട് അതേ കണക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ജിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട്, കാഞ്ഞിരോട് കോൺവെൻറ്റിലായിരുന്നു ആ സിസ്റ്റർ. ഇപ്പോൾ ആ സിസ്റ്റർ കുമ്പളത്താണെന്നാണ് എൻ്റെ അറിവ്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വചനം എഴുതണം, ഒരു വചനം പറഞ്ഞു തരുമോയെന്ന് ചോദിച്ചപ്പം ആദ്യമായിട്ട് ഞാൻ എഴുതി തുടങ്ങിയ വചനം എന്താണെന്ന് വെച്ചാൽ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന ആ തിരുവചനം സിസ്റ്റർ എനിക്ക് തന്നു. ഞാനത് 1000 തവണ എഴുതി. വീണ്ടും ഞാൻ എപ്പോഴും എനിക്കൊരു പ്രതിസന്ധി വന്ന ഉടനെ ഞാൻ ആ തിരുവചനം എഴുതും. ഇപ്പോഴും ഞാൻ ഓരോ വചനങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വചനങ്ങൾ വായിക്കാറുമുണ്ട്. അങ്ങനെ എന്തുവാ എനിക്ക് ഈ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മീയമായി വളരാൻ പറ്റി.
എന്ന് വെച്ചാൽ ജപമാലയൊക്കെ ഒരു പേരിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലാൻ നോക്കി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ മുമ്പിലുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ എത്രത്തോളം വലുതാണോ അതേപോലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടി വഴി കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വീടോ സ്ഥലമോ ഒന്നുമില്ല. എന്നാൽ വീട് സ്ഥലവും ഞാൻ വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്ക് സാധിച്ചു കിട്ടി. അതിനേക്കാളുമൊക്കെ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ മാസം ഈ 39 വർഷവും ഞാൻ ആചരിച്ചിട്ടില്ല. 40ാമത്തെ വർഷം ഒക്ടോബർ മാസം ജപമാല വർഷം ഞാൻ ഭക്തിയോടെ ആചരിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ദൈവാനുഗ്രഹം എന്നല്ല, ദൈവത്തിനോടും എനിക്ക് അടുക്കാൻ പറ്റിയ ഒരു വഴിയാണ് ഈ കൃപാസനം. അത്രത്തോളം ഞാൻ ആ ജപമാല മാസത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ചിന്തകളും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. അപ്പം തന്നെ എൻ്റെ ടെൻഷൻ എങ്ങോട്ടോ മാറിപ്പോവും, പെട്ടെന്ന് സന്തോഷം വരും. സങ്കടങ്ങൾ വരുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവേ, എനിക്ക് ഈശോയെ ഓർത്ത്, ഈശോയുടെ പീഡകൾ ഓർത്ത് മാത്രമല്ലാതെ ഞാൻ മറ്റൊന്നും ഓർത്ത് എൻ്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ ഇനി അനുവദിക്കരുത് എന്നാണ് ഞാൻ മാതാവിനോട് പറയുന്നത്. അത് അതേപോലെ തന്നെ മാതാവ് ഇപ്പം വരെയും ഞാൻ അതേപോലെ തന്നെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുങ്ങിയൊന്നും വന്നതല്ല, എങ്കിലും എനിക്ക് അത്രത്തോളം ദൈവകൃപയോടുകൂടി എനിക്കിവിടെ ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കുർബാന കൂടാറുണ്ട്, കുടുംബ പ്രാർത്ഥന ഒരു മുടക്കാതെ ചെല്ലാറുണ്ട്. അത് എത്ര രാത്രിയായാലും, ഇപ്പം വല്ലയിടമൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ 11 മണിയായാലും ഞാൻ കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതിനെൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയൂ, നീ മാത്രമേ ഉള്ളൂ ഇത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞൊക്കെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കേൾക്കാറുമില്ല, ചെവി കൊടുക്കാറുമില്ല. ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ പപ്പയും അമ്മയാണ്, എനിക്ക് ജോലിയില്ലായിരുന്നല്ലോ, അപ്പം അവർ തരുന്ന വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അതിൽ നിന്നൊരു വീതം മാറ്റി വെച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. വസ്ത്രങ്ങളായാലും അങ്ങനെയൊക്കെ എല്ലാം ദാനം ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ കൈകൊണ്ട് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെനിക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. അതും ഇനി സാധിച്ചു കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ പ്രതീക്ഷയല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വലുതെന്ന്. അപ്പം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പം ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പരഗതിയില്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നു. എന്നെ കൈ പിടിച്ച ഈ കൃപാസന അമ്മ ഇന്ന് വരെ ആ കൈ പിടിച്ച് ഓരോ പടിയും എന്നെ മോളോട്ട് കയറ്റിയതല്ലാതെ ഇന്ന് വരെ ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടി എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എല്ലാം എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ തിരുവചന പ്രകാരം ഞാൻ ഇനിയും എല്ലാം ചെയ്യും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ആവശ്യങ്ങളെക്കാളും കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അവരോട് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും വേണ്ടുന്ന ഒരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡെയിലി ബ്രീഡ് കാണാറുണ്ട്. അത് കൃത്യസമയത്ത് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സമയം കിട്ടുമ്പോൾ അല്ലാതെ കാണാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങളിട്ട് വെളുപ്പിനെ ഞാൻ രാവിലെ എഴുന്നേൽക്കും. എനിക്ക് രാവിലെ 7:30 ജോലിക്ക് പോകണം. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഒരുക്കണം. അവർക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ, കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. ഇതിപ്പം ഞാൻ ആദ്യമേ ചെന്ന് അടുക്കളയിൽ കയറിയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഓടി വന്ന് പിന്നെ പ്രാർത്ഥന കൂടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാക്ഷ്യങ്ങളിട്ട് അടുക്കളയിൽ ഒരു ഫോണ് ഇങ്ങനെ കൊടുത്തിട്ട് അതും കേട്ടാണ് ഞാൻ എൻ്റെ ഓരോ ദിവസം തുടങ്ങുന്നത് തന്നെ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ്. എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും അതിനായി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാനും അവിടുത്തെ പ്രസൻസിൽ, അവിടുത്തെ ആ സാന്നിധ്യത്തിൽ ആനന്ദിക്കാനുമുള്ള ഒരു ദൈവിക വിളിയാണ്. ഒരു ആത്മീയ ബന്ധത്തിലേക്കുള്ള ഒരു വിളിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്കും അമ്മയിലേക്കും ചേർത്ത് നിൽക്കുന്ന ഒരു വിളിയാണ്.
ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3:28 പറയുന്നത്, നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തമാവുകയാണ്. ആ സ്വന്തം എന്ന ബന്ധത്തിലൂടെയാണ് നാം ചോദിക്കുന്ന എന്തും ഈശോ നമുക്ക് കനിഞ്ഞു നൽകുന്നത്. അതുതന്നെയല്ല, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയുണ്ട്, കൃപാസനം അമ്മ. നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. വചനം പറയുന്നത്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും, നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക എന്ന സങ്കീർത്തനം 37 പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും നമുക്കും കർത്താവിൽ ആനന്ദിക്കാം. ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ അഭയം തന്നെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. കർമ്മലിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും ഭവനവും ജോലിയും പിന്നെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കൊടുത്ത് ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദേവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഈ അൾത്താരയിൽ ഇങ്ങനെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ. എൻ്റെ പേര് റിരി ജോർജ്. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് പഴങ്ങാട് ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 7 ആയിരുന്നു. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു എനിക്ക് OET എക്സാം പാസ്സാവുക എന്നുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ്. ഞാനപ്പോൾ ഈ OET എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നത് ഞാൻ എങ്ങനെ പാസ്സാകും എന്നൊക്കെ. എന്നിരുന്നാലും ഞാൻ OET എന്ന നിയോഗ ഉടമ്പടിയിൽ വെച്ചിരുന്നതിൻ്റെ ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ക്ലാസ്സിൽ ഞാൻ പോയി തുടങ്ങി. ക്ലാസ് ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് സ്പീക്കിംഗ് എന്ന മൊഡ്യൂളായിരുന്നു. അതിലെനിക്ക് ടീച്ചേഴ്സൊക്കെ വന്നിരുന്നിട്ട് എന്നോട് സ്പീക്കിംഗ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പക്ഷേ പ്രാർത്ഥനയിലും മാതാവിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ സ്പീക്കിംഗ് ഒരുവിധം ഞാൻ കയറി വന്നു. അങ്ങനെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ ചെന്നിരുന്നു. അപ്പം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഇൻ്റർലോക്യൂട്ടറായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എൻ്റെ ഇൻ്റർലോക്യൂട്ടർ ബ്രേക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഫോറിനറായിരുന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം മുഴുവൻ പോയി. പിന്നെ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി, ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. ഞാൻ ലിസി ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കംഫർട്ടബിളാക്കി. എനിക്കങ്ങനെ സ്പീക്കിങ്ങിന് തന്നെ ഒരുപാട് സഹായിച്ചു. ആളിങ്ങനെ വാച്ചിൽ എനിക്കിങ്ങനെ ടൈമൊക്കെ കഴിയാറായി എന്നൊക്കെ കാണിച്ചു തരികയൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും പാട്. അതിനെനിക്ക് 380 കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടി പുതുക്കി. അപ്പോൾ കൗൺസിലറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബൈബിൾ വായിക്കുന്നത് കുറവാണ്, ബൈബിൾ നന്നായി വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബൈബിൾ വായനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. റീഡിങ് ലിസണിങ് വരെ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയത്. ഞാൻ ഇപ്പോൾ ഒരുപാട് ബൈബിളായിരുന്നു പിന്നെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്, എൻ്റെ മെറ്റീരിയൽ വായിക്കുന്നതിൽ കൂടുതലായിട്ട്. അങ്ങനെ എക്സാം രണ്ടാമത് 1 മാസത്തിനകം തന്നെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. ആദ്യത്തെ എക്സാം ഞാൻ കോയമ്പത്തൂർ പോയായിരുന്നു എടുത്തത്. എല്ലാവരും പറഞ്ഞു അവിടെ എഴുതുന്നതാണ് കുറച്ചുകൂടി ഈസി എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ എക്സാം ഞാൻ നാട്ടിൽ തന്നെ ഇവിടുത്തെ അടുത്ത് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോയി ആ എക്സാം എഴുതി. പക്ഷെ എനിക്ക് ആ എക്സാം ഭയങ്കര പാടായിരുന്നു. ഇത് സ്പീക്കിംഗ്, ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റിസൾട്ടിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ടും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. അങ്ങനെ റിസൾട്ട് വരുന്ന ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ അങ്ങനെ റിസൾട്ട് നോക്കി. എനിക്ക് ഏറ്റവും ടഫായിരുന്നു റീഡിങ് ലിസണിങ്. എനിക്ക് 350 കറക്റ്റ് മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു.
ഞാനങ്ങനെ OET പാസ്സായി. ഞാൻ OET പാസ്സായതിന് ശേഷം എല്ലാ യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള അയർലൻഡ്, ന്യൂസിലൻഡ്, UK എല്ലാ കൺട്രീസും റിക്രൂട്ട്മെൻറ്റുകളെല്ലാം ഫ്രീസ് ചെയ്തു. 1.5 വർഷത്തോളം ഞാൻ ഒരു 300ഓളം ഇൻ്റർവ്യൂസും ആപ്ലിക്കേഷൻസും എല്ലാം ഞാൻ അയച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയിരുന്നു. അങ്ങനെ ജോലിക്ക് കയറി ഞാൻ ഉടമ്പടിയിലൊക്കെ പതിയെ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാം പുറകോട്ട് പോയി. വീണ്ടും അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു. അതിൻ്റെ വാലിഡിറ്റി 1 ഇയർ കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഒരു തവണ കൂടി ഞാൻ DL എടുത്തു. അതിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നെയെങ്കിലും ജോലി റെഡി ആവണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. നാട്ടിൽ കൊച്ചിയിൽ വെച്ചൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ലഭിക്കുമെന്ന് തന്നെ വിചാരിച്ചു ഞാൻ അവിടെ പോയി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കിട്ടില്ല, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആത്മീയമായി മാനസികപരമായി ഒരുപാട് തളർന്നു. അതിനുശേഷം എനിക്ക് വേറൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അതെനിക്ക് ഇപ്പോഴും അറിയില്ല അതെനിക്ക് എങ്ങനെ കിട്ടിയതാണെന്നറിയില്ല. ആ ഏജൻസിയുടെ നമ്പർ, ആ ഏജൻസി എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്നു. എനിക്ക് ആദ്യം നഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ ഒരു നേഴ്സിംഗ് ഹോം ആയിരുന്നു. ഇവരും എനിക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ തന്നു. അത് നേഴ്സിംഗ് ഹോമിലോട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ സെലക്റ്റായി. എനിക്കിപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇതുവരെ ജോലിക്കൊന്നും പുറത്തോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാച്ചിൽ ഞങ്ങൾ ഒരു 48 പേരുണ്ട്. അതിൽ 47 പേരും UK, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്ന സാലറിയിൽ ഏറ്റവും അധികം സാലറിയുടെ പാക്കേജും ബെനിഫിറ്റ്സും കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. അത് എൻ്റെ കൃപയാലല്ല, എൻ്റെ ഒരു കഴിവിലുമല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. എനിക്കിതിലെല്ലാം എന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മച്ചി, ഹസ്ബൻഡും എല്ലാ ഫാമിലിയുമാണ്. അവർ കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഈ ആൾക്കാരെ സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഏറ്റവും ആവശ്യം ആർക്കുള്ളതാണെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രമാണെങ്കിലും ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കും. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 12 നിലയാണ്. ഞാൻ ഏറ്റവും നേളത്തെ നിലയിൽ പോയിട്ട് ഓരോ ഫ്ലോറിൽ ഇറങ്ങി വന്നിട്ട് മിക്ക ഫ്ലോറുകളിലും ICU ഉണ്ട്. ആ ICUവിലേക്ക് ഫ്രണ്ട് ഇരിക്കുന്നത് ഓരോരുത്തർക്കും കൊടുക്കും. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പേരുടെ 4 ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് വളരെ പേടിയുള്ള ഒരാളാണ്. ഇങ്ങനെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പോലും ഈശോയുടെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. നമ്മൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കമൻ്റാണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ ചോദിച്ച ഈ കാര്യവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നുവെന്ന്. എന്ന് വെച്ചാൽ മുൻപ് നീ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ഇതും ഞാൻ നിനക്ക് നൽകുന്നു, കാരണം എനിക്ക് നിന്നെ നന്നായി അറിയാം. റിനി ജോർജ് എന്ന് പറയുന്ന ഈ മകൾ വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. OETയുടെ മൊഡ്യൂളെല്ലാം വളരെ ടഫായിരുന്നു എന്നാണ് ഈ മകൾ ഇവിടെ ഏറ്റു പറയുന്നത്. പക്ഷേ ഓരോ സമയത്തും സ്പീക്കിങ്ങിൻ്റെ വളരെ ടഫായിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എത്ര എളുപ്പത്തിൽ പരിശുദ്ധ അമ്മ അവരെ കടത്തിവിട്ടു എന്ന് ഈ മകൾ പറയുകയുണ്ടായി. ഒരു ഫോറിനർ തന്നെ വന്ന് തന്നോട് മലയാളത്തിൽ അറിയാവുന്ന മലയാളം വാക്കുകൾ ഈ മകളോട് സംസാരിച്ച് ഇവൾ വിട്ടുപോയ കാര്യങ്ങൾ ഏറ്റെടുത്ത് സമയമായി നീ പെട്ടെന്ന് പറയണം. ഒരു ഇൻ്റർവ്യൂവർ ഒരിക്കലും അങ്ങനെ സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാത്തതാണ്. മാക്സിമം നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റിയോ എത്രമാത്രം കോമ്പിറ്റൻ്റ് ആണോ എന്ന്
സെലക്ട് ചെയ്യുന്നതാണ്, ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഇൻ്റർവ്യൂ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ആ സ്പീക്കിംഗ് മോഡ്യൂൾ പാസ്സാകാൻ സാധിച്ചതെന്ന് ഇവിടെ ഏറ്റുപറയുന്നു. കൗൺസിലർ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അസസ്മെൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ബൈബിൾ വായിക്കുന്നത് കുറവാണ്. മകൾ വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി വളരെ കൃത്യമായി പാലിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം OET പാസ്സായി. അതിനുശേഷം വിസ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്ന ആദ്യത്തെ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ അതായിരുന്നു, പല കൺട്രികളും ഫ്രീസിങ്ങിലായിരുന്നു. അവർക്ക് യാതൊരു ഫോറിനേഴ്സിനെ, ഇന്ത്യൻസിനെ വിസ നൽകുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പാണ്. വളരെ അധികം പ്രാവശ്യം ഈ മകൾ തകർന്നു പോയെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു അറിയിപ്പാണ്, നിനക്ക് ലഭിക്കുന്ന ഈ വിസ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലായിരിക്കുമെന്ന്. ഇവരുടെ ഒപ്പം 47 പേർ പഠിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ 48ാമത്തെ ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് നന്ദി പറയുന്നത്, ഞാനാണ് ഏറ്റവും അധികം ഹൈലി പാക്കേജുള്ള സാലറിയും അതുപോലെ തന്നെ ബെനഫിറ്റ്സും സ്റ്റേ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളോടും കൂടി അടുത്ത് പള്ളിയുണ്ട്, എനിക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഞാനെപ്പോഴും ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടി മുന്നേ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മളുടെ ഉടമ്പടി ചെയ്തതെന്ന് റീനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിൽ അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റൻ്റ് എക്സാമിൽ തടസ്സം നിൽക്കുന്ന, അതിന് വിഷമങ്ങൾ അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന എല്ലാ യുവതിയുവാക്കളുടെയും മക്കളുടെയും സാഹചര്യങ്ങളെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവ